ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഒരു കാലത്ത് കഥാപ്രസംഗ വേദികളിലൂടെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പ്രശസ്തമായ കാതികശ്രേഷ്ഠ പുരസ്കാര ജേതാവും അതുപോലെ തന്നെ സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവും നിരവധി പുരസ്കാരങ്ങൾക്ക് വിധേയ ആദരണീയനായ സഖാവ് തൃക്കുളം കൃഷ്ണൻകുട്ടിയോടൊപ്പമാണ്. നമുക്ക് തൃക്കുളം കൃഷ്ണൻകുട്ടിയേട്ടൻ്റെ ആ ഒരു ജീവിത ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അരേട്ടാ, നിങ്ങൾ ആ ഒരു കുട്ടിക്കാലത്തിൻ്റെ ആ ഒരു കുട്ടിക്കാലത്ത് ഞാൻ എൻ്റെ ഓർമ്മയിൽ തൃക്കുളം ശിവക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള ഏലാപ്പറമ്പ് എന്ന സ്ഥലത്തുള്ള വീട്ടിലാണ് എൻ്റെ ഓർമ്മ തുടങ്ങുന്നത്. അന്ന് ഞാൻ വളരെ കുട്ടിയായിരുന്നു. അപ്പോൾ അച്ഛൻ മരിക്കുന്ന കാലത്ത് എനിക്ക് ഏകദേശം 2 വയസ്സാണ്. 2 ജ്യേഷ്ഠന്മാർ പറയുന്നുണ്ട്. അപ്പോൾ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഒരു പ്രശസ്തനായ ആളായിരുന്നു. അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അച്ഛൻ അവിടുത്തെ പ്രധാനപ്പെട്ട മുസ്ലിം സമുദായത്തിലെ പ്രമാണിമാരെ കൂടെ കോൽക്കളി, നായാട്ട് ഇതൊക്കെ താല്പര്യമുള്ള ആളായിരുന്നു. അപ്പോൾ അച്ഛനിവിടെ അന്ന് വിളിച്ചിരുന്നത് മാപ്പിളമാനി എന്നുള്ള ഭാഷയിലാണ്. കാരണം ഈ മുസ്ലിങ്ങൾ കൂടെയാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി, മാപ്പിളപ്പാട്ട്, കോൽക്കാക്ക. അപ്പോൾ അത് അങ്ങനെയാണ്. ഇപ്പോൾ നായാട്ട് അത് പ്രധാനപ്പെട്ട വിനോദമാണ്. നായാട്ട് നായ്ക്കളുമായിട്ട് വിനോദം. അപ്പോൾ ആ കാലത്ത് അച്ഛൻ്റെ മരണം എൻ്റെ ഓർമ്മയിൽ വരുന്നത് എനിക്ക് അന്നൊരു 2 വയസ്സുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ഒരു ചെറിയൊരു ഓർമ്മ എൻ്റെ അച്ഛനെ പറ്റിയിട്ടുണ്ട്. നല്ല ഉയർന്ന വലുപ്പമുള്ളൊരു നല്ല മാറുവീതിയൊക്കെ ഉള്ള ഒരാളാണ് എൻ്റെ അച്ഛൻ. അന്ന് ഓർമ്മയുണ്ടായത്. അപ്പോൾ അച്ഛൻ മരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അവിടുത്തെ മുസ്ലിം പ്രമാണിമാരായ ആളുകളാണ് എന്നാണ് അമ്മ ഓർമ്മപ്പെടുത്തി തന്ന വിഷയം. കാരണം അന്ന് നായാട്ടിനും കൂലിക്കളിയൊക്കെ പോയിരുന്ന പള്ളിക്കുരായ മാജി, ഇസ്മായിൽ രാജി, കുഞ്ഞാരക്കാരാജി, അങ്ങനെ ചിലപ്പോൾ അവരെ കൂട്ടത്തിലായിരുന്നു എൻ്റെ അച്ഛൻ്റെ സഹവാസം, സ്നേഹവും കൂലിക്കളി നായാട്ടും ഒക്കെ ആയിട്ട്. അതുകൊണ്ട് അവിടെ സാധാരണ നായന്മാർക്ക് വലിയൊരു ഇഷ്ടം എൻ്റെ അച്ഛനെ പറ്റി ഉണ്ടായിരുന്നില്ല. മാന്യൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. മാപ്പിളമാന്യ അങ്ങനെയാണ് വിളിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ 2 വയസ്സാണ് എനിക്ക് ഓർമ്മ. അച്ഛൻ ഒരു കണ്ടൊരു ഓർമ്മ എനിക്കുണ്ട്. വലുതായിട്ടൊരാളായിരുന്നു. അങ്ങനെ അച്ഛൻ മരിച്ച ശേഷം എന്നെ സംരക്ഷിച്ചത് ഒരു പ്രധാനപ്പെട്ട സംരക്ഷണം കിട്ടിയത് അവിടുത്തെ മുസ്ലിം സമുദായത്തിലെ പ്രമാണിമാരെ കയ്യിൽ നിന്നാണ്. കാരണം അച്ഛൻ അവരോട് സ്നേഹിതരായിരുന്നു. ഞങ്ങളെ അച്ഛൻ്റെ ഒരു സ്നേഹിതൻ്റെ മക്കളാണ് എന്നുള്ള ഒരു സ്നേഹവും ഒരു സഹായവും അവിടുത്തെ ബന്ധാരങ്ങാടി, കരിപറമ്പ് ഉള്ള മുസ്ലിം അന്നത്തെ പ്രമാണിമാരായിരുന്നവരുടെ സഹായം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഓർമ്മയിൽ വരുന്നത് അച്ഛൻ മരിക്കാൻ നേരത്ത് അച്ഛൻ എന്തൊക്കെയോ പറഞ്ഞ സമയത്ത് എൻ്റെ മക്കൾ അനാഥമായി പോയി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മക്കളെ നോക്കാൻ ഞങ്ങളില്ലേ മാന്യേ എന്ന് അവിടുത്തെ മുസ്ലിം സഹോദരന്മാർ പറഞ്ഞിരുന്നു എന്ന് എൻ്റെ അമ്മ പറഞ്ഞെനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ അമ്മ അങ്ങനെ അവൻ പറഞ്ഞത്തെ. പക്ഷെ ആ വാക്ക് പാലിച്ചു അവിടുത്തെ മുസ്ലിം പ്രമാണിമാരായ സഹോദരന്മാർ എന്നാണ് എൻ്റെ ഓർമ്മ. കാരണം അതിനുകൊണ്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനവിടെ മിക്കവാറും ഈ മുസ്ലിങ്ങളുടെ വീട്ടിലാണ് ഉച്ചക്കഞ്ഞി അതേമാതിരി ഭക്ഷണമൊക്കെ ഉണ്ടാവും. നായന്മാരെ വീട്ടിൽ പോകാറുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് ഞങ്ങളെ പരിപാലിച്ചിരുന്ന, ഞങ്ങളെ സംരക്ഷിച്ചിരുന്ന അവിടുത്തെ മുസ്ലിം പ്രമാണിമാരാണ്. ഇതിൽ പ്രധാനപ്പെട്ട പള്ളിക്കൽ അജ്മാൻരാജ്, കുഞ്ഞരക്കാരായി മുതലായ ആൾക്കാരൊക്കെയാണ്. എന്നാൽ നായന്മാർ സഹായമില്ല. പക്ഷേ അങ്ങനെ ഒരു ഇതില്ല. അപ്പോൾ അങ്ങനെ അമ്മ ഒരു വലിയൊരു പണക്കാര കുടുംബത്തെ അമ്മ ജനിച്ചതെങ്കിലും പ്രായം ചെല്ലുന്നതോടുകൂടി അമ്മേൻ്റെ അമ്മമാരൊക്കെ ഓരോ സ്വത്ത് നഷ്ടപ്പെട്ട് അങ്ങനെ അനാഥമായ രീതിയിലായി. അപ്പോൾ ഞങ്ങളെ അമ്മ വളർത്തിയത് അന്നൊക്കെ പഠിച്ചു പോകുന്ന എല്ലാ സമുദായക്കാരും ഒന്നിച്ച് പോകുന്നതോടെ കള പറിക്കാൻ പോവുക, പുല്ല് പറിക്കാൻ പോവുക, കൊയ്യാൻ പോവുക, മരിക്കാൻ പോവുക, അങ്ങനെ പാടത്തെ പണിക്കൊക്കെ പോകുന്ന കൂട്ടത്തിൽ എൻ്റെ അമ്മയും പോയിരുന്നു. പക്ഷെ അമ്മയെ കുഞ്ഞിത്തമ്പരാട്ടി എന്നാണ് അവർ വിളിക്കൽ. അമ്മയൊക്കെ എല്ലാം സഹായിച്ചു. പക്ഷെ അവിടെ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളെ സഹായിച്ചിരുന്ന അവിടുത്തെ മുസ്ലിം പ്രമാണിമാരായിരുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ ഓർമ്മയിൽ വരുന്നത്, ഞാനവിടെ കൂട്ടുവാരക്കാട് എന്ന സ്ഥലത്ത് ഒരാളുണ്ട്. ഒരു മേനോനാണ്. ആ മേനോൻ്റെ വീട്ടിൽ രാവിലെ മത്സ്യം കൊണ്ടുപോയി കൊടുത്താൽ തിരിച്ചു വരുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും തരും, 2 തരും. അപ്പോൾ അയാൾ പരപ്പനങ്ങാടിയാണ് അയാൾ ഉദ്യോഗം. അപ്പോൾ ആ പരപ്പനങ്ങാടി ബസ് കയറുന്ന മുമ്പേ ഞാൻ ഈ മത്സ്യം കൊടുത്ത് ഇവിടെ വന്നാൽ തരും. അപ്പോൾ ഒരു ദിവസം ഞാൻ ഈ കൂട്ടുവാരക്കാട്ടിൽ അയാളുടെ വീട്ടിൽ ഈ മത്സ്യം കൊണ്ടുവന്ന് തിരിച്ചു വന്നപ്പോൾ ഇയാൾ ആരുമായി സംസാരിക്കുകയാണ്. പ്രധാനപ്പെട്ട വിഷയമാണ് സംസാരിക്കുന്നത്. എനിക്കത് അറിഞ്ഞുകൂടായിരുന്നു, പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പം എനിക്ക് തരാനുള്ള ഈ കാശിന് വേണ്ടി, മുക്കാലിന് വേണ്ടി ഇയാളെ തോണ്ടിയപ്പോൾ ഇയാളെ കയ്യിലുണ്ടായിരുന്ന മാതൃഭൂമി പത്രം കൊണ്ട് ഒരു അടി അടിച്ചു. മാതൃഭൂമി പത്രം ചുരുക്കിപ്പിട്ടില്ല പിടിച്ചാണ്.
ആ അടി അടിച്ച് ഞാൻ നിലവിളിച്ച് ഇയാൾ ബസ് കയറി പരപ്പനാടി പോയി. അപ്പോൾ ഞാൻ ഉദാഹരണം പറയാം, മുസ്ലിങ്ങൾ അതിൻ്റെ സംരക്ഷിച്ചിരുന്നു എന്നുള്ള ഉദാഹരണമാണ് ഈ പറയുന്നത്. അങ്ങനെ പരപ്പനങ്ങാടി ഇയാൾ ഉദ്യോഗത്തിന് പോയതിന് ശേഷം ഈ ഇന്നെ അടിച്ചു എന്നുള്ള വിവരം അവിടെ ജനങ്ങൾ അറിഞ്ഞു. അപ്പോൾ ജനങ്ങൾ വലിയ പ്രക്ഷോഭമായി. മുസ്ലിം സഹോദരന്മാരാണ് പ്രക്ഷോഭത്തിന് ഇറങ്ങിയത്. മാന്യൻ്റെ മോനെ അടിച്ചില്ലേ, ബാലൻ എന്നാളെ പേര് പറയാൻ പാടില്ല, എന്തെങ്കിലും പറയാം. അപ്പോൾ അങ്ങനെ പ്രതികാരമായി, ആളെ കാണാനായി, ആളെ പ്രതികാരം ചെയ്യാൻ വലിയ പ്രക്ഷോഭമായി അങ്ങോട്ട്. അപ്പോൾ ആരോ വിളിച്ച് പറഞ്ഞു മാറിനോട്, ഇങ്ങോട്ട് കുറച്ച് ദിവസത്തിന് വരണ്ട, അവിടെ കണ്ടാൽ എന്നാൽ ശരിയാപ്പം ആൾ നിൽക്കുന്നുണ്ട്, കാരണം ഈ മാന്യൻ്റെ മോനെ അടിച്ചു പോയതാണ്. അങ്ങനെ 1-2 ആഴ്ചയ്ക്ക് അയാൾ നാട്ടിൽ വന്നില്ല. അങ്ങനെ അവസാനം ആ കേസ് തീർന്നതൊക്കെ എല്ലാം ഓർമ്മയുണ്ട്. മച്ചേത്ത് അധികാരിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ആ കേസ് തീർന്നത്, ഒത്തുതീർപ്പായത്. അതിൻ്റെ പ്രതിഫലം 5 പറ നെല്ലും 50 ഉറുപ്പിയായിരുന്നു. ബാലെ കൊടുക്കുക, എനിക്ക് തരിക. അതിൻ്റെ അമ്മ ഞാൻ വഴി മച്ചേത്ത് പോയിട്ട് അമ്മേൻ്റെ ഒരു 50 ഉറുപ്പിയും 5 പറ നെല്ലും, അങ്ങനെയാണ് ആ കേസ്. അപ്പോൾ എന്നെ അത്ര കണ്ട് സംരക്ഷിച്ച സമുദായമായിരുന്നു അന്നത്തെ മുസ്ലിം സമുദായത്തിലെ പ്രമാണിമാർ, അല്ലാതെ ഇന്നത്തെയും മുസ്ലിം സമുദായത്തിലെ പ്രമാണിമാർ ആണ്. അപ്പോൾ അത് എനിക്ക് നല്ല ഓർമ്മയുള്ള സംഗതിയാണ് പറയുന്നത്. അപ്പോൾ എന്നെ അവിടെ സംരക്ഷിച്ചതും എന്നെ സഹായിച്ചതും എനിക്ക് ഭക്ഷണം തന്നതും ഒക്കെ അവിടുത്തെ മുസ്ലിം അന്നത്തെ ഞാൻ പറഞ്ഞ പള്ളിക്കലെ മേച്ച് കുഞ്ഞിരക്കരെ മുതലായ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഹിന്ദുക്കൾ സഹായം എനിക്ക് ഉണ്ടായിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്, ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വളരും.